അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ വന്നിക്കണതേ തക്കാളി നേരെ തിളച്ച എണ്ണയിൽ കൊണ്ടുപോയിട്ട് കാണാണ്ട് പൊരിച്ചെടുത്ത് കാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു രാവിലത്തെ ചായക്കടിയാണ് കേട്ടോ. എത്ര തിന്നാലും ഇത് പൂതിയിരില്ല മക്കളെ. ഋതുവിനൊക്കെ ഇത് ഇങ്ങോട്ട് കിട്ടിയാലുണ്ടല്ലോ അതേമാതിരി തന്നെയാണ് കാരിപ്പം നിങ്ങളെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കിയാൽ പിന്നെ നമുക്കിതിന് പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ഈ ഒരു രാവിലെ ഉണ്ടല്ലോ നമുക്ക് കറി ഉണ്ടാക്കാന്ന് വെച്ചാലില്ലേ, എന്നാലോ കറി ഇല്ലാത്തിട്ട് തിന്നാൻ കഴിയൂല. അപ്പോൾ ഈ കറി ഇല്ലാതെ നമുക്ക് തിന്നും ചെയ്യാം. അതേമാതിരി തന്നെ ഇനിയിപ്പോൾ സ്കൂൾക്ക് കുട്ടികൾക്ക് പാത്രത്തിൽ കൊടുത്തയക്കാനും ഇനിയിപ്പോൾ നമുക്ക് രാവിലേക്കൊക്കെന്ന് മാത്രമല്ല ഉച്ചക്കൊക്കെയായാലും രാത്രിക്കൊക്കെയായാലും ഒക്കെ ഇനിയിപ്പോൾ വൈകുന്നേരം നല്ല ചൂട് കട്ടൻ്റെ കൂടിയും ഒക്കെ നമുക്ക് എത്ര തിന്നാലും പൂതി തീരാത്ത നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാണ് ഞങ്ങളോട് പറഞ്ഞില്ലേ തക്കാളി നേരെ തിളച്ചെണ്ണയിൽ കൊണ്ടുപോയിട്ടാണ് ഇവിടെ പൊരിച്ചെടുക്കുകയാണെന്ന്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കിലാൻ തക്കാളി ഇന്നലെ കൊണ്ടിരിപ്പിച്ച് വെച്ചതേനി ഈ ഒരു ചായക്കടി ഉണ്ടാക്കണം എന്നും വിചാരിച്ചാണ്ട്. അങ്ങനെ ഇത് കൊണ്ടിരിപ്പിച്ച് വെച്ച് രാവിലത്തെ ചായക്കടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനേ തക്കാളിയല്ലേ നല്ലോണം ഒന്ന് കേക്ക് എടുക്കുകയാണ്. നല്ലോണം ഒന്ന് കേക്കിൻ്റെ ശേഷം മാത്രമേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 2-3 വട്ടം ഇങ്ങനെ അങ്ങോട്ട് കേക്കിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യുക, നല്ലോണം നിങ്ങോട്ട് തുടച്ച് നന്നാക്കണം കേട്ടോ. നമുക്കിത് തിളച്ച എണ്ണയൊക്കെ ഇടുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തുടച്ച് നന്നാക്കണത്. നേരെ മറിച്ച് നമ്മൾ തക്കാളി വയറ്റിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും തുടച്ച് നന്നാക്കണ്ട. തിളച്ച എണ്ണയ്ക്ക് വെള്ളത്തോടൊക്കെ ഏതൊരു മുതലിട്ടാലും അതിനുണ്ടാകുന്ന ഇപ്പോൾ എത്താന്ന് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലല്ലേ, ആകെ പൊട്ടിത്തെറിച്ചലും പിന്നെ ആ ഒരു വെള്ളം വറ്റണ വരെ ആ ഒരു എണ്ണ പൊട്ടിത്തെറിച്ചുകൊണ്ട് നമ്മളെ കൈമക്കും മൂത്തുക്കും ഒക്കെ ആവും ചെയ്യും. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് തക്കാളി നല്ലോണം അതേമാതിരി നല്ല വൃത്തിയുള്ളൊരു തുണി കൊണ്ട് ഇങ്ങോട്ട് തുടച്ചെടുത്തോളി. കോട്ടൺ തുണിയും കൂടി ആയ ഉഷാറാവട്ടോ. പിന്നെ അതേമാതിരി നമ്മൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുകയും ചെയ്യുക. പിന്നെ നല്ല നാടൻ തക്കാളിയും കൂടെ ഉഷാറായി. പിന്നെ നല്ല വില കുറഞ്ഞ സമയം കൂടിയാണല്ലോ തക്കാളിക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസക്ക് ചിലവൊന്നുമില്ല. കാര്യമായിട്ട് നമുക്ക് വേണ്ടിയത് തക്കാളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഏത് പൊടിയായാലും എടുക്കുക. മൈദപ്പൊടിനേക്കാളും നല്ലത് ഒരു ഹെൽത്തി ആയിട്ടുള്ള നമുക്കൊരു പലഹാരം കഴിക്കണം തോന്നുമ്പോൾ ഗോതമ്പ് പൊടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കണ തക്കാളിയാണെന്ന് വിചാരിച്ചാണ് നിങ്ങൾ ടെൻഷൻ ആകണ്ട. കുറഞ്ഞ എണ്ണ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചട്ടി ഇങ്ങനെ തുടക്കണ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാൻ കഴിയും കേട്ടോ. കാരണം നല്ല കട്ടിയുള്ള ഇരുമ്പിൻ ചട്ടിയാണ്. അതിലത്തെ ആ വെള്ളം നമ്മൾ ചട്ടി കൈക്ക് വെള്ളം വറ്റിപ്പോകാൻ തന്നെ നമുക്ക് ഏകദേശം 2-3 മിനിറ്റ് കത്തിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നല്ല ഉണങ്ങിയ നല്ല കോട്ടൺ തുണി നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് അങ്ങനെ തുടച്ചെടുത്താനുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും നേരമുള്ള ഗ്യാസ് ലാഭിക്കാമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചൂടാവും ചെയ്യും. പിന്നെ വെള്ളം വറ്റി പോകേണ്ട ആവശ്യമൊന്നുമില്ലാനും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പണി ചെയ്ത് നോക്കേണ്ടി കേട്ടോ. നമ്മൾ അലുമിനി ചട്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചൂടാവും. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ചട്ടി ആണെങ്കിലും കട്ടിയുള്ള നോൺ സ്റ്റിക്ക് ചട്ടി ആണെങ്കിലും ഇതേമാതിരി ഇരുമ്പിൻ്റെ ചട്ടി ആണെങ്കിലൊക്കെ ഇതേമാതിരി തുടച്ചെടുത്താൽ ഒരുപാട് ഗ്യാസ് നമുക്ക് ലാഭിക്കട്ടോ. അപ്പോൾ ഇതേപോലെ ഇരുമ്പിൻ്റെ നല്ല കട്ടിയുള്ള ചട്ടിനെ ഈ ഒരു തക്കാളി പൊരിച്ചെടുക്കാൻ വേണമെന്നൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇരുമ്പിൻ കട്ടില്ലാത്ത അലുമിനി ചട്ടിയായാലും ഒക്കെ ഇതേ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു എണ്ണ നമുക്ക് ഇനി ഒരുപാട് കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ തക്കാളി പൊരിക്കാൻ വേണ്ടി മാത്രം ഇത്ര എണ്ണ വേണമല്ലോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ. കാരണം ഈ ഒരു എണ്ണ തക്കാളി കുടിക്കുക ഒന്നുമില്ല, എണ്ണ അതേപോലെ ഉണ്ടാവും. അപ്പോൾ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തുക്കുന്നത്, എണ്ണല്ല. അപ്പോൾ ആ ഒരു എണ്ണ നമുക്ക് വീണ്ടും എന്ത് കാര്യം നമുക്ക് വേണം അതിനൊക്കെ എടുക്കാൻ വേണമെങ്കിൽ പപ്പടം പൊരിക്കുക, മീൻ പൊരിക്കുക, എല്ലാം ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും ഈ ഒരു എണ്ണ എടുക്കുക. അപ്പം നിങ്ങൾ ആരും ടെൻഷൻ ആകണ്ട, എണ്ണ കൂടുതൽ ചിലവൊന്നും ആണില്ല കേട്ടോ. അപ്പോൾ ഇതാ തക്കാളി നല്ലോണം ഇങ്ങോട്ട് തൊലി ഉരിയുണ്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് കോരിയെടുക്കുക. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ തക്കാളി ഒന്ന് ചൂടാറുന്ന സമയമാകുമ്പോഴേക്കും നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു 2 തണ്ട് കറിവേപ്പിലയും ഒരു ലേശം മല്ലിച്ചപ്പും ഒരു ഉള്ളിയും 2-3 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൽ മല്ലിച്ചപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. കറിവേപ്പില എന്തായാലും നിങ്ങൾ ചേർക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോളി. ഇനിയിപ്പോൾ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ നമ്മൾ ചില ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഫുഡൊക്കെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം തന്നെ കറിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഇനി മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ
ഒന്നും കൂടി ഉഷാറായി. അപ്പോൾ ഞാനിവിടെ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരുപാട് വലിപ്പമുള്ള ഇലയൊന്നുമല്ല, എന്നാലും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യണ സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫുഡിന് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ കറിവേപ്പില നമ്മൾ കറിയിലൊക്കെ ഇടുന്ന സമയത്ത് കട്ട് ചെയ്താൽ ആകെ കറിവേപ്പിലാണ് കാരണം. പക്ഷേ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പില കട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. കട്ട് ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ മല്ലിച്ചപ്പും ഒരുപാടൊന്നും എടുത്തിട്ടില്ല, അത്യാവശ്യം ഒരു പിടി അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി ഉണ്ടാവും, അതാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക്. പിന്നെ പച്ചമുളകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീരെ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനൊരു 3 പച്ചമുളക് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കണോണ്ട് തന്നെ ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ മുളക് തീരെ എരിവില്ല. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഒരു ഉള്ളിസുർക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മുളക് ഇട്ടിട്ട് 2-3 മുളക് ഇട്ടിട്ടും നല്ല ഒരു തീരെ എരിവില്ലാതെ നിൽക്കണത്. ഇതുവരെ കഴിച്ചു ഈ ഒരു മുളക്. ഇവിടെ മുളകൊക്കെ ഉണ്ടായി ഞാൻ വേഗം മുളകൊക്കെ ഒഴിവാക്കിയിട്ടാണ് കൊടുക്കൽ. പക്ഷേ ഇത് തീരെ എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു 3 എടുത്തിട്ടുള്ളത്. അപ്പം നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ 1 എടുത്താൽ മതിയാവും. അപ്പം നല്ല എരിവുള്ള മുളക് നമ്മൾ ചീന്തുന്ന സമയത്ത് തന്നെ നല്ലൊരു എരിവ് മണക്കും. അപ്പോൾ ആ ഒരു വാസനയിൽ തന്നെ നമുക്ക് മുളക് എത്രത്തോളം എരിവുണ്ടെന്ന് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നല്ല നമ്മൾ ചീന്തുന്ന സമയത്ത് നല്ലൊരു കട്ടിയായിരിക്കും. ആ കുരുവൊക്കെ തട്ടുമ്പോൾ തന്നെ കത്തിക്ക് നല്ലോണം ഇങ്ങോട്ട് കത്തി ഏൽക്കാത്ത പോലെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ മുളകിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണമായിട്ട് എടുത്തുക്കണത്. ഇനി നിങ്ങൾക്ക് ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ കുത്തി ചതുക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കുത്തി ചതുക്കാനായിട്ട് ഒരു ഉരലൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അത് കുത്തി ചതുക്കി പിന്നെ ആ ഉരലും കഴുകണം, ഉരലിൻ്റെ കുട്ടീനെയും കഴുകണം, ഒക്കെ വേണമല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി കുറച്ച് കൂടുതലൊക്കെ കുത്തി ചതുക്കുകയാണെങ്കിലും ഓക്കെ, നമ്മൾ ആ ഒരു ഇതൊക്കെ കഴുകണേന് മുതലാവും. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെറുതാക്കി കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുത്തി ചതുക്കിയിട്ട് എടുക്കുക. കുത്തി ചതുക്കി എടുക്കുമ്പോൾ നല്ലോണം ഇതിലെല്ലാവർക്കും എത്തും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതൊക്കെ വാരിയാണ് മാറ്റി വെച്ചത്. നമുക്ക് ചെറിയ രീതിയിൽ ഈ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സവാളൻ്റെ അളവ് 1 കാരണം നമുക്ക് ഈ ഒരു തക്കാളിയും കൂടെ വേണം. തക്കാളിൻ്റെ നീരും കൊണ്ട് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു തോൽഭാഗമൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫില്ലിങ് നമുക്ക് ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിൻ്റെ അളവ് കൂടുതലൊക്കെ എടുക്കുന്നുണ്ട്, തക്കാളിയുടെ അളവൊക്കെ കൂടുതൽ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സവാള 2 ഒക്കെ എടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 8-10 ആളുകളൊക്കെ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടം പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും കണക്കിൽ ഈ ഒരു പലഹാരം ഉണ്ടാവും. അപ്പോൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയും ഈ ഒരു തക്കാളിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കൂടുതൽ തക്കാളി എടുത്തിട്ട് പിന്നെ 2 അങ്ങോട്ട് മാറ്റി വെച്ചതാണ്, ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ചൂടാറി ഇതിൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ ഉരിഞ്ഞ് കിട്ടും കേട്ടോ. പെട്ടെന്ന് ഉരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ഒരു തക്കാളിൻ്റെ പച്ച ചുവയും സ്മെല്ലും ഒക്കെ പോയിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു നീര് നമുക്ക് എടുക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊലി ആദ്യം തന്നെ ഒന്ന് ഇങ്ങനെ തൊലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു എണ്ണയിലിട്ട് പൊരിക്കാൻ തന്നെ കാരണം നമുക്ക് തൊലി പെട്ടെന്ന് ഉരിഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ പോരാത്തിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു നീരുണ്ടല്ലോ അത് അത്യാവശ്യം നല്ല ആ ഒരു പച്ച സ്മെല്ലും ചൊവ്വയൊക്കെ പോയി കിട്ടാനും കൂടിയാണ്. അപ്പോൾ കാരണം നമ്മൾ ആ ഒരു നീരിൽ വെച്ചിട്ടാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കണത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു നീരൊക്കെ ഇതുപോലെ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ ഇട്ട് നിൽക്കുമ്പോൾ തന്നെ എന്നിട്ട് പിന്നെ അമർത്തി ഇങ്ങനെ ഇട്ട് പിഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ വെള്ളം നീരും ഒക്കെ കിട്ടും കേട്ടോ. കുരുവോടൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ, കാരണം നമുക്കത് അരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുരു പിന്നെ ഒഴിവാക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു ഗ്ലാസിൻ്റെ താഴെ കണ്ട് ഇതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു മൈസൂർ തക്കാളി എന്ന് പറഞ്ഞൊരു സംഭവം തക്കാളിക്ക് ഇറങ്ങാണ്ടല്ലോ. ഈ ഒരു തക്കാളിൻ്റെ വില കുറഞ്ഞ് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ ഈ ഒരു നല്ല നാടൻ തക്കാളിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പാക്കിലായിട്ട് കിട്ടണതാണ് നമുക്ക് മൈസൂർ തക്കാളി എന്ന് പറഞ്ഞാൽ ഒരു ഒരമ്പൻ തക്കാളി. അതിൽ നീരും ഉണ്ടാവില്ല, അത് താളിച്ചാലൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല, കറിയിലൊന്നും ഇട്ടാൽ എന്തോ ഒരു മരക്കുള്ളി ഇട്ട പോലൊക്കെ ആണ്. അപ്പോൾ ആ ഒരു തക്കാളി ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പണിക്കേ നിൽക്കണ്ട കേട്ടോ, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, അതിന് നീരും കിട്ടൂല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ തക്കാളി ഞാൻ നല്ലോണം പിഴിഞ്ഞ് ചണ്ടി ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ
ഈ ഒരു ഗോതമ്പ് പൊടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് അരിക്കണേന്നേ ഉള്ളൂ. പക്ഷേ എന്താ വെച്ചാൽ ചിലപ്പോൾ വല്ല ചെള്ളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ ഈ അരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നല്ല ഫ്രഷ് പൊടി ആയതുകൊണ്ട് തന്നെ ഒന്നും ഇതിലില്ല കേട്ടോ. ഒരു കരടോ കുറുമ്പോ ഒന്നുമില്ല. എന്നാലും നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇത് അരിച്ചെടുത്തത്. അപ്പോൾ ഇതാ ഗോതമ്പ് പൊടി അരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ നമ്മൾ അരിച്ച് ഊറ്റിയൊക്കെ വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, എന്താണ് തക്കാളി, അതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിക്കും വേണം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കത് മൈദയിലും വെച്ചിട്ടും ചെയ്യാം. മൈദ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഗോതമ്പ് പൊടിയും ഒട്ടും പിന്നിലല്ല കേട്ടോ ടേസ്റ്റിനൊന്നും. എന്നാലും മൈദക്ക് ടേസ്റ്റ് വേറെയാണല്ലോ അല്ലേ. അപ്പം ഇനി നിങ്ങൾക്ക് നല്ല പിന്നെ ചില ആളുകൾക്ക് ഒരു വലിയൊരു ഇതായിരിക്കും, ഹെൽത്ത് നല്ലോണം കാത്തു സൂക്ഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാതെ മൈദ ഒന്നും കഴിക്കാതിരിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഈ ഒരു ഗോതമ്പിൽ തന്നെ ചെയ്യാം കേട്ടോ. അതല്ല ചില ആളുകൾ പിന്നെ എപ്പോഴും ശരീരത്തിൻ്റെ കാര്യം നോക്കില്ല, അവർക്ക് നല്ല വായിന് നല്ല ടേസ്റ്റ് കിട്ടണം. അത്രയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ മൈദ തന്നെ എടുത്തോളി. കാരണം അങ്ങനെ ഒരു കുഴപ്പമൊന്നും പറ്റൂല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മൈദ ഉപയോഗിച്ചെന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതാണ് എനിക്കിഷ്ടം അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനേ ആ ഒരു തക്കാളി നല്ലോണം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് അതിൻ്റെ കുരും ചെറിയ ചണ്ടികളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലേശം ഒരു 1/4 ഗ്ലാസ് വെള്ളത്തോളം കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊരു കണക്കൊന്നും പറയേണ്ട വെള്ളത്തിൻ്റെ ആവശ്യം. കാരണം ആ ഒരു തക്കാളി നീരും പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുമ്പോൾ എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്തിട്ട് കുഴച്ചാൽ മതി കേട്ടോ. തക്കാളി നീരും പാർന്നിട്ട് കുഴച്ചിട്ട് തികയണില്ല എന്നുണ്ടെങ്കിൽ ലേശം കൂടി സാധാ പച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ആ ഒരു ബോൾ ഒന്ന് മൂടി വെക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്കൊരു 4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇതാ ലേശം കടുക് ഇട്ട് കൊടുക്കുക. ആ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്താണ് കേട്ടോ ഞാൻ നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇഞ്ചും പച്ചമുളകും അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മുടെ ആ ഒരു മല്ലിച്ചപ്പും കറിവേപ്പിലും കൂടി കട്ട് ചെയ്തിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട്. പക്ഷേ മല്ലിച്ചപ്പും കറിവേപ്പിലും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാതെ കറിവേപ്പിലും മല്ലിച്ചപ്പും ഒരുപാട് സമയമൊന്നും എണ്ണയിൽ കിടന്ന് മുരിയാനൊന്നും നിൽക്കരുത്. പക്ഷേ ഇഞ്ചി പച്ചമുളക് അത് കുറച്ച് സമയമൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ആ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തക്കാളിയും ഉള്ളിയും കൂടി കുറച്ച് സമയം ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ തക്കാളി നമ്മൾ കത്തി കൊണ്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കിത് നല്ലോണം വെന്ത തക്കാളി അതുകൊണ്ട് തന്നെ ഇനി ഒന്നും കൂടി വേവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ലോണം ചപ്പിളി ചളിവിളി ആയിട്ടുണ്ട് കേട്ടോ. അതാ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. കാരണം ഇത് നല്ലോണം വെന്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ഒരു 2 പ്രാവശ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേശം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ലേശം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഇല്ല വിചാരിച്ചിട്ടൊന്നും ടെൻഷൻ ആവണ്ട കേട്ടോ. ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലേശം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഈ പച്ചമണക്കം മാറി വരുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കിട്ടോ. അപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച ആ ഒരു മാവുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഉരുട്ടി നീട്ടിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് സാധാരണ തീരെ കട്ടില്ലാത്ത ചപ്പാത്തി ഉണ്ടല്ലോ അതിനുള്ള ആ ഒരു രീതിയിലുള്ള നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ ഇത് മുഴുവനും ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം.
അപ്പോൾ ചില ആളുകൾക്കൊക്കെ പരത്തി എടുക്കുമ്പോൾ പരത്തി നന്നാവില്ല, എനിക്ക് പത്തിരി പരത്തി ശീലമല്ല, പരത്തിയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ പത്തിരി പരത്തണ, ചപ്പാത്തി പരത്തണ, പത്തിരി പരത്തണൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, എങ്ങനായാലും പരത്തിയാൽ 5 പൈസ, പണ്ടത്തെ 5 പൈസ പോലെ 20 പൈസ പോലെ ആവുകയാണ്, ഏണം കോണൊക്കെ ആവുകയാണ്, ഇന്ത്യൻ്റെ ഭൂപടം പോലെ ആവുകയാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഓൽക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി ആയി കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു പ്ലേറ്റ് വെച്ചിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ ചപ്പാത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതാ ഞാൻ പരത്തിയ ചപ്പാത്തിയും അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ചപ്പാത്തി ഒന്നും പരത്തൂലല്ലോ, ചിലവരൊക്കെ പരത്തും. നമ്മൾ പിന്നെ ചില വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തി തന്നെ കഴിക്കും, ചിലവർ തടി കൂടിയിട്ട് ചപ്പാത്തി കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള വീട്ടിലൊക്കെ ഉള്ള ഉമ്മമാർക്കും അതുപോലെ തന്നെ എല്ലാവരും ചപ്പാത്തിയൊക്കെ പരത്തി ശീലമാകുമ്പോൾ നല്ല റൗണ്ടിൽ കിട്ടും. പക്ഷെ നമ്മളെ പോലുള്ള ആളുകൾ എന്താ, രാത്രിയിലും ചോറോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ പിന്നെ രാത്രിയിൽ ചപ്പാത്തി ഒന്നും ഇല്ലല്ലോ. രാവിലെ നമ്മൾ ചപ്പാത്തി പരത്താനൊക്കെയുള്ള മടിയുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ എളുപ്പക്കടി, പുട്ടോ ഓട്ടട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ, പിന്നെ സാധാരണ അരിപ്പത്തിരിയൊക്കെ നമ്മൾ പ്രസ്സിലും പരത്തും. അങ്ങനെ ആകുമ്പോൾ പരത്തി ശീലമില്ലാത്ത ആളുകൾ, ഇന്നെപ്പോലെയുള്ള ആളുകളൊക്കെ പരത്തിയിട്ട് നന്നാണില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഉള്ള ആളുകളൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ. കുട്ടികൾ സ്കൂൾ കൊണ്ടുവരുന്ന പാത്രമൊക്കെ ഉണ്ടാവും നല്ല സ്റ്റീലിൻ്റെ, അതൊക്കെ നല്ല റൗണ്ടായിട്ട് അതിൻ്റെ സൈഡൊക്കെ നല്ല മൂർച്ചയും ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇത് ഞാൻ പ്ലേറ്റ് കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ കട്ട് ചെയ്ത് നല്ല റൗണ്ട് പത്തിരി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് വേസ്റ്റും എല്ലാം ഒന്നും വന്നിട്ടില്ല. അതിന് വന്നാലും നമുക്ക് ലാസ്റ്റ് ഒരു പത്തിരി ആക്കിയിട്ട് പരത്തിയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു പത്തിരിയിലേക്ക് ലേശം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒരല്പം, ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നൊന്നുമില്ല, പക്ഷെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മയോനൈസ് പിന്നെ ഇവിടെ ആദ്യം ഉണ്ടാക്കി വെച്ചതുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കണതാണ് മയോനൈസ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു 2 മുട്ട അടിച്ച് പാർന്നാണ്ടേക്ക് ഒരു വെളുത്തുള്ളിയും ലേശം സുർക്കയും ഇറ്റിച്ച് ലേശം സൺഫ്ലവർ ഓയിൽ കുഴച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടം പോലെ മയോനൈസ് ഉണ്ടാക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട് കേട്ടോ, മയോനൈസ് അതുപോലെ തന്നെ തക്കാളി സോസൊക്കെ ഉണ്ടാക്കി വെക്കലുണ്ട്. അപ്പോൾ അത് രണ്ടും ലേശം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കോണാകൃതിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ഇനിയിപ്പോൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിൻ്റെ ബാറ്ററോ മൈദൻ്റെ ബാറ്ററോ ഒന്നും വേണ്ട, നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഉഷാറായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കണം. ഒരു 2-3 എണ്ണമൊക്കെ ഒട്ടിക്കണ സമയത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മൾ അടിയിൽ പാത്രത്തിലോ ഇനിയിപ്പോൾ നിലത്ത് കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുകയാണെങ്കിലും ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. മൈദ ഗോതമ്പൊക്കെ നമ്മളിങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ എന്തായാലും പരത്തിയോ എന്നും വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒട്ടിപ്പിടിക്കും. ഇത് സിമ്പിളാണ് പരിപാടി, കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും ശരിക്കും അങ്ങോട്ട് ഒട്ടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. സിമ്പിളാണ്. ഇനി കോണാകൃതി മടക്കാനൊന്നും ഒരു പണിയില്ല. ഞങ്ങൾ കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ 2-3 എണ്ണം നമ്മൾ ചട്ടിയിൽ എത്ര എണ്ണമാണോ നമുക്ക് ഇട്ട് പൊരിച്ചെടുക്കാൻ കഴിയണ ആ ഒരു കണക്കിൽ നമുക്ക് ആകുമ്പോഴേക്കും നമുക്ക് ചുടാൻ വേണ്ടി വരും കേട്ടോ. ഇനിയിപ്പോൾ ചട്ടിയിൽ വെച്ച് ചുട്ടെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് പൊരിച്ചിട്ടെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. ചുട്ടെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്, പൊരിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അധികം ഓയിലൊന്നും ഇത് കുടിക്കണില്ല, ഉള്ളിലേക്ക് ഓയിലൊന്നും പോകില്ല. പിന്നെ നിങ്ങൾ ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചട്ടി വെച്ചിട്ട് അതിൽ ലേശം എണ്ണ പുരട്ടിയിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി കേട്ടോ. എന്നാൽ തീരെ എണ്ണ കുടിക്കണ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചിലർക്ക് ഞാൻ പറഞ്ഞില്ലേ മൈദ പേടിയാണ് കഴിക്കാൻ, അതുപോലെ തന്നെ പൊരിച്ചതൊക്കെ എണ്ണയിൽ പൊരിച്ച കടികളൊക്കെ കഴിക്കാൻ പേടിയുള്ള ആളുകൾ, അതുപോലെ തന്നെ രാവിലെ തന്നെ എണ്ണക്കടി ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ചട്ടി വെച്ചിട്ട് ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്, നമ്മൾ ദോശക്കൊക്കെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമല്ലോ അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ചട്ടിയിലിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. എണ്ണ ഒന്നും എണ്ണയിൽ പൊരിച്ചാന്നുള്ളൊരു പേടി ആവും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഞാനിതിപ്പോൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്ക് പൊരിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഇഷ്ടം. പിന്നെ തടിയൊക്കെ കൂടുതലുള്ളവരൊക്കെ ആണെങ്കിൽ, ഇനി തടി കൂടുന്ന പേടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ പൊരിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ പൊരിക്കാതെയും നമുക്ക് കഴിക്കാം, ഇങ്ങനെയും കഴിക്കാം, ഒക്കെ പറ്റും. അപ്പോൾ ഈ എണ്ണ കുടിക്കില്ല എന്നുള്ള എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾക്ക് ഈ എണ്ണയൊക്കെ തേളാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. എൻ്റെ കൈമൊക്കെ ഇടയ്ക്കിടയ്ക്ക് തേളാറുണ്ട്. ഇപ്പോഴും ഇതിങ്ങനെ കനത്തിലിങ്ങോട്ട് വീണപ്പോൾ ഇത് നല്ലോണം പൊള്ളി കണ്ടില്ല, പൊങ്ങി ഇങ്ങോട്ട് വന്നിക്കണേ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങും എല്ലാം കൂടി നല്ലോണം ഇങ്ങോട്ട് എണ്ണയ്ക്ക് എടുക്കുമ്പോഴേ ഇത് പൊങ്ങി വരികയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മറിച്ചിടുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എണ്ണയ്ക്കാണ്ട് വീണുകാണ്ട് കൈമൊക്കെ തെറുക്കാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചാൽ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൈ പൊള്ളലുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുക്കിങ്ങിനുള്ള മടിയൊക്കെ പോകും. ഇടയ്ക്ക് പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ മടിയൊക്കെ കൂടും. അപ്പോൾ ഇത് കണ്ടില്ലേ, കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ. സമൂസ രീതിയിലാണ് കേട്ടോ ഇത് കിട്ടുക. സമൂസ ചുറ്റണ ആ ഒരു പ്രയാസമൊന്നും ഇല്ലാനും, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ മക്കൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നല്ല സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെ നമുക്കിത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ മുഴുവനും ചുട്ട് പൊരിച്ചെടുത്തത് കേട്ടോ. അപ്പം ചുട്ടെടുക്കണ പോലെ ഞാൻ പറഞ്ഞില്ലേ അതേമാതിരി ചുട്ടെടുക്കുക. പിന്നെ ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ഉൾഭാഗം എങ്ങനെ നിൽക്കണമെന്ന്. ഉള്ളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറഞ്ഞായിരുന്നു നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോകുമല്ലോ. അങ്ങനെയൊക്കെ മറന്നു പോയവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഇപ്പം ആ ഒരു ടൈമിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യട്ടോ. കാരണം ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം ആ തക്കാളിൻ്റെ ആ ഒരു നീരിലാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി കുഴച്ചതും ഒക്കെ. അപ്പം ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു ചപ്പാത്തിക്ക് തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫില്ലിങ് ആ ഒരു പൊരിച്ച തക്കാളിയൊക്കെ ഇതിൽ വെച്ച് ഇനിയിപ്പോൾ ആ തക്കാളി മുഴുവൻ വേസ്റ്റ് ആവുമെന്നുള്ള പേടിയൊക്കെ പോയില്ലേ, ഒക്കെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങൊക്കെ ലേശം ചിക്കൻ ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ബീഫ് ഇട്ട് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ചത്, അങ്ങനെ കോഴിമുട്ട പുഴുങ്ങിയത് ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. ഒക്കെ ടേസ്റ്റ് കൂടുന്ന സംഭവങ്ങളാണ്. അപ്പം ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കാൻ എന്താ വെച്ചാൽ സിമ്പിളായിട്ടുള്ള വെറൈറ്റി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നോ, ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുറേ നേരമായിട്ട് ഇങ്ങനെ ആയോ അമ്മച്ചി, ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അല്ലേ, വീട്ടിൽ ഓളുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പരീക്ഷയ്ക്ക് അടുത്തതല്ലേ, പഠിക്കാനൊക്കെ പറഞ്ഞ് പഠിച്ചുകാണ്ട് ആകെ ചടച്ച് നിൽക്കുകയാണ്. അപ്പം ആയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കഴിയട്ടെ, കാരണം അതിൻ്റെ അടിയിൽ കൂടി എടുത്തുണ്ടായാൽ പിന്നെ അത് വീഡിയോയിൽ കാണിക്കാനുണ്ടാവില്ല. ചിലപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ നിങ്ങൾ 2ഉം 3ഉം ഒക്കെ ഒറ്റയടിക്ക് തിന്നു. അപ്പോൾ പിന്നെ ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇത്തരം പലഹാരങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനെന്താ അറിയോ, എനിക്കിത് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല ചൂടുണ്ട്, കണ്ടി നല്ല ചൂടോട് കൂടിയാണ് കഴിക്കണത്. ചൂടാറാനൊന്നും സമയമില്ല, അത്രക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെ മക്കൾക്കും നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നല്ല ഹെൽത്തിയാണ്, ഇനിയിപ്പോൾ എണ്ണയെ പൊരിച്ചതിന് എന്ത് ഹെൽത്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ചുട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പരമാവധി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും പറയുകയാണ്, നിങ്ങൾ ചടപ്പിക്കല്ല. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ. അതുവരെ നമ്മൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും.